ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു റോഡ് സങ്കല്പിക്കുക. ഇത് സീലിങ്ങിൽ ഫിക്സ് ചെയ്തിട്ടുള്ള റോഡാണ്. ഓക്കെ, സീലിങ്ങിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ലോഡ് പി ഇതിൻ്റെ താഴത്തായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് എന്തായിരിക്കും ഇതിലുണ്ടാവുന്ന ഡെൽറ്റ? സ്വാഭാവികമായിട്ട് ഇത് ആക്സിയലി ഡിഫോം ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്, പിന്നെ ഇനീഷ്യൽ ലെങ്ത് എൽ ആണ്. നമുക്കറിയാം സ്ട്രെസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, where E is Young's modulus and epsilon is strain, അല്ലേ? അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം പി ബൈ എ ആണ്, ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ. യങ്സ് മോഡുലസ് ഒരു പ്രോപ്പർട്ടിയാണ്, അത് അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ എൽ, അല്ലേ? ഇത് ക്യാപിറ്റലിലാക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കറിയാം ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ എന്ന് വരും. നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് ഇതിലേക്ക് ഡിറൈവ് ചെയ്ത് എത്താൻ പറ്റും, പക്ഷേ എക്സാം സിനാറിയോയിൽ ഇതറിയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓൾറൈറ്റ്, ഓക്കെ, നമ്മളൊരു സോൾവ്ഡ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്ഡ് ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. സ്റ്റെപ്ഡ് ഷാഫ്റ്റിൽ ഈ എൻഡിൽ ഡി എന്നുള്ള എൻഡിൽ 120 കിലോ ന്യൂട്ടൺ ടെൻസിലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പോയിന്റ് സിയിൽ ലെഫ്റ്റിലോട്ട് ഒരു 180 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പോയിന്റ് ബിയിൽ ഒരു 300 ന്യൂട്ടൺ വലത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സസ് കാരണമായിട്ട് നമ്മുടെ ഈ സ്റ്റെപ്ഡ് ഷാഫ്റ്റിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു ആക്സിയൽ ഡിഫോർമേഷൻ സംഭവിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സെക്ഷൻ എടുക്കാം, ഡി ടു സി. ടേക്കിംഗ് സെക്ഷൻ സി ഡി. സെക്ഷൻ സി ഡിയിൽ എങ്ങനെയാണ് നമുക്കതിനൊന്ന് മാറ്റി വരയ്ക്കാം. അതായത് ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കുന്നത്. ഫ്രീ ബോഡി എന്ന് പറയുമ്പോൾ ഈ എന്താണോ നമുക്ക് വേണ്ട സെക്ഷൻ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വലത്തോട്ട് 120 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇടത്തോട്ടും 120 കിലോ ന്യൂട്ടൺ തന്നെ ആക്ട് ചെയ്യണ്ടേ? ഇത് ഡി ആണ്, സി ആണ്. സി എന്നുള്ള പോയിന്റിലും ഇടത്തോട്ട് എന്ത് ആക്ട് ചെയ്യണം? 120 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യണം. വൈ? ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. അഥവാ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് സി ഈക്വൽ ടു എഫ് ഡി ഈക്വൽ ടു 120 എന്ന് കിട്ടൂലേ? ഓക്കെ, അപ്പോൾ ഡിയിൽ 120 ആക്ട് ചെയ്യുന്ന സമയത്ത് സിയിലും 120 തന്നെ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താവും? ഈ റോഡ് നീങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ടെക്നിക്കലായിട്ട് പോകണമെങ്കിൽ ഈ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. എന്ത്? ഈ സി ഡി എന്നുള്ള സെക്ഷനിൽ. അപ്പോൾ നമുക്ക് സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 120 ആണ് കിട്ടി. എവിടെ? ഈ സി ഡി എന്നുള്ള സെക്ഷനിൽ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് 120. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ട് ഈ 180 എടുക്കുന്നില്ല എന്നുള്ളത്. 180ൻ്റെ എഫക്റ്റ് ഈ ഭാഗത്തേക്കാണ് ഉണ്ടാവുന്നത്, ഈ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 120 മാത്രം ഇവിടെ ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ബോഡി എപ്പോഴും വരയ്ക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ 180 ആണ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ 180 എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ 180യും ഇവിടെ ഹൈപ്പോത്തറ്റിക്കലി ഇവിടെ 180 ആണെങ്കിൽ എന്താണ്? ഇതിങ്ങോട്ട് നീങ്ങൂലേ? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ബ്ലണ്ടേഴ്സ് നമ്മൾ ചെയ്യരുത്. ഫ്രീ ബോഡി വരച്ചിട്ട് കറക്റ്റ് എന്താണോ ബാലൻസ് ചെയ്യേണ്ട ഫോഴ്സ് അത് മാത്രം എഴുതുക.
അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ എടുത്ത് എന്ത് മനസ്സിലായി? ഇവിടെ ടെൻസൈൽ ആക്ട് 120 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എ ഈസ് ഈക്വൽ ടു 190 mm² ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു PL/AE. പി എന്താണ്? 120 കിലോ ന്യൂട്ടൺ. 120 ഇൻറ്റു 10⁻³ ഇതിപ്പോൾ ന്യൂട്ടൺസിലായില്ലേ? ഓക്കെ. എല്ലിനെ ഞാൻ MM എഴുതാണ്. എല്ലിൻ്റെ ലെങ്ത് എത്രയാണ്? 400 mm ഡിവൈഡഡ് ബൈ A 190 mm². ഓക്കെ. ഇൻറ്റു ഇൻ്റെ വാല്യൂ 200 GPa. അത് ഞാൻ മെഗാപാസ്കൽ എഴുതുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 120 ഇൻറ്റു 10³ ഇതിനെ ഞാൻ ന്യൂട്ടണിൽ എഴുതി. എന്തിനാ? പീനെ. എല്ലിനെ MM എഴുതി. ഇത് mm² എഴുതിയത്. ഇതോ Nm/mm² വരിക. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായിട്ട് എന്താവും? Nm/mm² ഇത് വരിക. മീൻസ് മെഗാപാസ്കലിലാണ് ഞാൻ ഇത് എഴുതിയത്. എന്ത്? യങ്സ് മോഡുലസിൻ്റെ വാല്യൂ. ഇതെല്ലാം ക്യാൻസലായിട്ട് ലാസ്റ്റ് എന്താവും? ഡെൽറ്റ നമുക്ക് MM കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ഏത് പ്രോബ്ലം എടുത്താലും നിങ്ങൾ ഫോഴ്സിനെ ന്യൂട്ടണിൽ എടുക്കുക, ലെങ്ത്തിനെല്ലാം MM മില്ലിമീറ്ററിൽ എടുക്കുക, ഏരിയനെ MM² എടുക്കുക, യങ്സ് മോഡുലസിനെ മെഗാപാസ്കലിൽ എടുക്കുക. അപ്പോൾ എന്ത് ആയിട്ട് കിട്ടും? നമുക്ക് ഡെൽറ്റ കറക്റ്റ് MM കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ നമ്മൾ ഫൗണ്ട് ഔട്ട് ചെയ്തു. കാൽക്കുലേഷൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ ഇവിടെ വെക്കുകയാണ്. അടുത്ത സെക്ഷൻ CB നോക്കാം നമുക്ക്. ഓക്കെ. സെക്ഷൻ CB എന്നുള്ള സെക്ഷനിലെ അവസ്ഥ എന്താണ്? ഇവിടെ നമുക്കറിയാം 180 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഈ 120 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നില്ല. ഈ പോയിന്റ് തന്നെ 120 എന്താവുന്നുണ്ട്? വലത്തോട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം സെക്ഷൻ സിയിൽ എന്താണ്? സെക്ഷൻ C എന്നുള്ള പോയിന്റിൽ സെക്ഷൻ CD എന്നുള്ള എടുത്താൽ പോയിന്റ് സിയിൽ ഈ ബോഡിൻ്റെ മേലെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവിക ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് മറ്റേ ബോഡിയിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യണ്ടേ? 120 എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 120 ഇങ്ങോട്ട് ആക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ പിടിച്ചു വലിച്ചാൽ ഇവിടെ 120 ഇങ്ങോട്ട് അതിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരില്ലേ? ഇനി B എന്നുള്ള പോയിന്റിൽ എന്താ നമുക്ക് അറിയില്ല, അതവിടെ വെക്കുക. എത്രയും കിട്ടിയാൽ പോരെ? ഒരു സൈഡിലുള്ള കിട്ടിയാൽ മതി നമുക്ക് ആക്ച്വലി. അപ്പോൾ എന്താണ്? സെക്ഷൻ BC ആണ്. ഓക്കെ. സെക്ഷൻ BC. അപ്പോൾ എന്താണ്? ഇങ്ങോട്ട് 60 ആക്ട് ചെയ്യുന്നതിന് തുല്യമാണത്. 180 മൈനസ് 120. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് 60 ആക്ട് ചെയ്യണ്ടേ? നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ബിയിലുള്ള 300ഉം ഇതൊന്നും എടുക്കുന്നില്ല എന്നുള്ളത്. ആക്ച്വലി എടുത്താലും നമുക്ക് 60 തന്നെയാണ് കിട്ടുക. കാരണം വലതുഭാഗത്ത് 60 ആണെന്നുള്ളത് മനസ്സിലായി. കംപ്രസീവായിട്ട് ആക്ട് ചെയ്യുന്നത് 60 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ ബിയിൽ എന്താണ്? കംപ്രസീവായിട്ട് 60 തന്നെ ആക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താവും? ഇത് നീങ്ങൂലേ? സെയിം കോൺസെപ്റ്റ് തന്നെ. സിഗ്മ FX = 0 എടുത്താൽ നമുക്ക് ഇവിടെ 60 ആണ്, ഇവിടെ 60 കിട്ടണ്ടേ? അപ്പോൾ ഇതാണ് സെക്ഷൻ CBയിലെ അവസ്ഥ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? PL/AE ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം P എന്നുള്ളത് നെഗറ്റീവാണ്, കാരണം കംപ്രസീവായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡെൽറ്റ നമുക്ക് എന്ത് കിട്ടും? 60 ഇൻറ്റു 10⁻³ ഇൻറ്റു ലെങ്ത് 300 ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ 580 ഇൻറ്റു 200 ഇൻറ്റു 10⁻³ മൈനസ്. ഓക്കെ. അങ്ങനെ സെക്ഷൻ CB കഴിഞ്ഞു. അവസാനത്തെ സെക്ഷൻ AB. ഓക്കെ. സെക്ഷൻ ABയിൽ
എന്താ സംഭവിക്കുന്നത്? സെക്ഷൻ എ എടുക്കുക, സെക്ഷൻ ബി എടുക്കുക. അതിൽ ഇവിടെ വീണ്ടും നമ്മൾ എന്താണ് സെക്ഷൻ എ ബിയുടെ ഫ്രീ ബോഡിയാണ് വരയ്ക്കുന്നത്. നമുക്കറിയാം പോയിന്റ് ബിയിൽ എന്താ സംഭവിക്കുന്നത്? പോയിന്റ് ബിയിൽ ബി സി എന്ന സെക്ഷൻ്റെ മുകളിലോട്ട് കംപ്രസീവ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് മാത്രമല്ല 300 ന്യൂട്ടനും വലത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഫോഴ്സ് 120ൻ്റെതും 180ൻ്റെതും 300ൻ്റെയും 3 ഫോഴ്സിൻ്റെ എഫക്റ്റ് എവിടെ കാണും? നമ്മൾ ഈ പോയിന്റ് ബിയിൽ കാണണ്ടേ? ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം പോയിന്റ് ബിയിൽ നമ്മൾ പറഞ്ഞു ഇങ്ങോട്ടൊരു 60 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സെക്ഷൻ എ ബിയിൽ ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യണ്ട, ഈക്വലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 60. ഇപ്പോൾ 60 ഇങ്ങോട്ട് ആക്ട് ചെയ്യും, പിന്നെ 300 വലത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ പോയിന്റ് ബിയിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒട്ടാകെ ഒന്ന് ആലോചിക്കുക. 120 വലത്തോട്ട്, 180 ഇടത്തോട്ട്, 300 വലത്തോട്ട്, അപ്പോൾ 420 വലത്തോട്ടുണ്ട്, ഇടത്തോട്ട് 180 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരിക? ടോട്ടൽ 300 മൈനസ് 60, 240 എങ്ങോട്ട് വരും? വലത്തോട്ട് വരും അല്ലേ? ഇപ്പോൾ 240 ആണ് ആക്ച്വലി സെക്ഷൻ എ ബിൻ്റെ മേലെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഫോഴ്സ്. ടെൻസൈലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതും 240 ആവണ്ടേ? ഇവിടെ സെക്ഷൻ പോയിന്റ് എയിൽ, ഇത് പോയിന്റ് ബി. അപ്പോൾ ഇതാണ് സെക്ഷൻ എ ബിൻ്റെ അവസ്ഥ അല്ലേ? വേറെ രീതിയിലും ചെയ്യാം. മീൻസ് നിങ്ങൾ നോക്കുക, 120 വലത്തോട്ട്, 180 ഇടത്തോട്ട്, 300 വലത്തോട്ട്. കൺഫ്യൂഷൻ ആവുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം. നമുക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 അല്ലേ? അത് ഏത്, നമ്മൾ ഈ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഈ ഫോർ ദിസ് സെക്ഷനാണ് എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെ ഫോഴ്സ് ഈ സെക്ഷൻ്റെ മേലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? 120 വലത്തോട്ട് അല്ലേ, മൈനസ് 180 പ്ലസ് 300 ഈക്വൽ ടു 240. അപ്പോൾ 240 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സിഗ്മ എഫ് എക്സ് എടുത്താൽ എഫ് ബി പ്ലസ് എഫ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ഇതിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ. ഇത് എഫ് ബി, ഇത് എഫ് എ. നമുക്കറിയാം എഫ് ബി ഈക്വൽ ടു 240 ആണ്. അപ്പോൾ എഫ് എ ഈക്വൽ ടു 240 ആവേണ്ടത്, 2 0 ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ എ ബിയിലെ കേസ്. നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ഈക്വൽ ടു പി എൽ ബൈ എ. പി എന്താണ് ഇവിടെ? 240 ഇൻറ്റു 10⁻³ പോസിറ്റീവ് ആണ്, കാരണം ടെൻസൈലാണ്. പി ഇൻറ്റു എൽ 300 ആണ്. എൻ്റെ വാല്യൂ 580 ഇൻറ്റു 200 ഇൻറ്റു 10⁻³. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ സി ഡി എന്താവും? എക്സ്റ്റെൻഡ് ആവും, മീൻസ് വലുതാവും, അല്ലെങ്കിൽ നീളം കൂടും. ബി സി കംപ്രസീവ് സ്ട്രെസ് ആയതുകൊണ്ട് ചെറുതാവും. സെക്ഷൻ എ ബി എന്താവും? വീണ്ടും എക്സ്റ്റൻഷൻ സംഭവിക്കും. അപ്പോൾ ഈ 3 ഡെൽറ്റാസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡെൽറ്റ സി ഡി, ദിസ് ഈസ് ഡെൽറ്റ ബി സി ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ എ ബി. എന്താണ് ഡെൽറ്റ ടോട്ടൽ? നെറ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബി പ്ലസ് ഡെൽറ്റ ബി സി പ്ലസ് ഡെൽറ്റ സി ഡി ആണ്. ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.729 mm എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫോഴ്സസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? 1.729 mm ഇങ്ങോട്ട് നീളം കൂടിയിട്ടുണ്ടോ, വലത്തോട്ട് പോയിട്ടുണ്ടോ? ഓക്കെ.